ചെയ്യാനുള്ള അധികാരമുള്ളത് സിൻഡിക്കേറ്റ് ആണല്ലോ, അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. ആ നിലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സർവകലാശാലയിലുണ്ടായ സംഘർഷാത്മകമായിട്ടുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ വേണ്ടി സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കണം എന്ന് വൈസ് ചാൻസലറോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു. രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വൈസ് ചാൻസലർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് തന്നെ സിൻഡിക്കേറ്റ് അതിൽ നിന്ന് ഒരു ചെയർപേഴ്സണെ തിരഞ്ഞെടുത്ത് യോഗം നടത്തുകയും ഈ സസ്പെൻഷൻ റദ്ദ് ചെയ്യാൻ തീരുമാനിക്കുകയുമാണ് ഉണ്ടായത്. നമ്മൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ വികസന പ്രവർത്തനം നടത്തുന്നു, അക്കാഡമിക് രംഗത്ത് മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഇടപെടലുണ്ടാകുന്ന അതിനെ പിന്നോട്ടടിക്കുന്നതിന് വിചാരിക്കില്ലേ? നമ്മുടെ അക്കാഡമിക് കമ്മ്യൂണിറ്റി, അധ്യാപകരും സ്റ്റുഡൻസും സ്കോളേഴ്സും എല്ലാവരും ചേർന്ന് കഠിന പരിശ്രമം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് വലിയ മുന്നേറ്റങ്ങളിലൂടെ പോകാൻ സാധിക്കുന്നത്. നാക് അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും ടൈംസ് QS ഇൻ്റർനാഷണൽ റാങ്കിങ്ങിലുമൊക്കെ നല്ല മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സർവകലാശാലയാണ് കേരള സർവകലാശാല. രാജ്യത്ത് പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ 9ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. അതൊരു മികച്ച നേട്ടം തന്നെയാണ്. അങ്ങനെയുള്ള സർവകലാശാലയുടെ അക്കാഡമിക് പ്രവർത്തനങ്ങളെയൊക്കെ ക്ഷീണിപ്പിക്കുന്ന തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഇവിടെ ഈ സംഘർഷങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഒരു കാവിക്കൊടി പിടിച്ച അമ്പയെ, RSS അമ്പയെ ഭാരതാംബ എന്ന വിധത്തിൽ അവതരിപ്പിച്ച് അത് സമൂഹ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാൻ ചാൻസലർ എന്ന നിലയിൽ തന്നെ നടത്തുന്ന ഈ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ആ ബിംബം ഒരിക്കലും ജനാധിപത്യ ഇന്ത്യയിൽ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളതല്ല. ത്രിവർണ്ണ പതാകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പതാക. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു പതാക ഏന്തിയ ഒരു അമ്പ, ഇതാണ് ഭാരതാംബ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വളരുന്ന തലമുറയുടെ മനസ്സിലേക്ക് നോർമലൈസ് ചെയ്ത് ലെജിറ്റിമൈസ് ചെയ്തെടുക്കാനുള്ള ഒരു പരിശ്രമം സംഘടിതമായിട്ട് ഇവിടെ നടത്താണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംഘപരിവാര അജണ്ടയുടെ ഭാഗമാണ്. ആ അജണ്ട നടപ്പാക്കാൻ ചട്ടുകങ്ങളാക്കിക്കൊണ്ടാണ് ചാൻസലറായി പ്രവർത്തിക്കുന്ന ഗവർണറായാലും അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹം നിയോഗിച്ചിട്ടുള്ള RSS വൈസ് ചാൻസലർമാരും ശ്രമിക്കുന്നത്.